ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിയുമ്പോൾ ആരുണ്ടെന്നെ നടത്താൻ? ഒരിക്കലും പിരിയാതടുത്തിരിപ്പാൻ വൻകൃപയും തിരുമുഖവും തന്നെ. മാറരുതേ, മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ നീ തള്ളരുതേ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 72-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. ഒരു നല്ല പ്രാർത്ഥന. രാജാവിന് നിന്റെ ന്യായം, രാജകുമാരന് നിന്റെ നീതി. ന്യായവും നീതിയും ഒത്തുചേർന്നുള്ള ഒരു ഭരണം എത്രയോ മനോഹരമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവിടെ പറയുന്നുണ്ട്, അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ എന്ന്. നയിക്കുന്ന ആരാണെങ്കിലും അത് നീതിയോടും വിശ്വസ്തയോടും ഭയത്തോടും കൂടെ പരിപാലിച്ച് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്തു വരുമ്പോൾ ഒരുപാട് ഞെരുക്കമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, നഷ്ടങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോഴും ഒക്കെ സഹിച്ചുകൊണ്ട് ന്യായമായ രീതിയിൽ ദൈവം ഏൽപ്പിച്ചത് കൃത്യമായിട്ട് ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ നയിക്കേണ്ടതുപോലെ നയിക്കുവാൻ പറ്റിയാൽ അത് നയിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹവും ദൈവത്തിൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വലിയ പ്രീതിയുമാണ് അതിനകത്ത് നമുക്ക് കാണാനുള്ളത്. നയിക്കുവാനുള്ളവനെ തിരഞ്ഞെടുത്തത് എത്ര അതിശയമായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. ബാല്യത്തിൽ തന്നെ ആടുകളെ പരിപാലിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ അഭിഷേക തൈലം തലയിൽ വീണ അനുഗ്രഹിക്കപ്പെട്ടതായ പിതാവിൻ്റെ മകൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവസന്നിധിയിൽ നിന്ന് അപേക്ഷിച്ച് നേടിയെടുക്കുകയാണ്. രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. അതൊരു വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. നയിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും നയിക്കണമെങ്കിൽ എല്ലാം സഹിക്കുന്നവർക്കായിരിക്കണം, ക്ഷമിക്കാൻ പറ്റണം, ദൈവത്തെ ഭയം വേണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ദൈവമക്കളെ. ദാവീദ് രാജാവിനതൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ മകൻ ദൈവസന്നിധിയിൽ ചോദിക്കുകയാണ്, അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. ആ ഒരു നയിക്കുന്ന ആളിന് ആവശ്യമായിട്ടുള്ള ഗുണഗണങ്ങൾ തന്നെയാണ് പിതാവിന് വേണ്ടിയിട്ടും പുത്രനാകുന്ന ശലോമോൻ രാജാവ് ദൈവത്തോട് യാചിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തന ഭാഗത്തിൽ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയാകുന്നത്. ദൈവത്തിന് സ്തോത്രം. നയിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടപ്പെട്ടവർ തന്നെ ഉണ്ടെങ്കിൽ അതെത്ര മനോഹരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതൊരു ഏറ്റവും വലിയ സഹായമാണ്, ഏറ്റവും വലിയ സഹായം. നയിക്കുന്നയാൾ ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന സമർപ്പിക്കപ്പെട്ട ഒരാളായിരിക്കണം. അവരുടെ കൂടെയുള്ളവരോ ഒന്ന് കൈത്താങ്ങുന്നവരായിരിക്കണം. വാക്കുകൾ കൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട്, ആ കരങ്ങൾ കൊണ്ട് ഒന്ന് താങ്ങാൻ പറ്റിയ അത് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ദാവീദ് രാജാവിനെ സംബന്ധിച്ച് ഇവിടെ നോക്കിയ ദൈവമക്കളെ, ദൈവം കൊടുത്ത കൃപയും കൃപാവരങ്ങളും വളരെ വലുത് തന്നെയായിരുന്നു. കർത്താവ് അയച്ചിട്ടാണ് തൻ്റെ ജനത്തെ നയിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. കഴിവും പ്രാപ്തരായിട്ടുള്ള ചേട്ടന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഏറ്റവും ഇളയ മകനെ തന്നെ തിരഞ്ഞെടുത്ത ഈ ദൈവം അത്ര വലിയവൻ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവിന് ദൈവം ശാശ്വതമായിട്ടുള്ളൊരു അവകാശം കൊടുത്തിരിക്കുക, ശാശ്വതമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കൊടുത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവയൊക്കെ നയിച്ചു കൊണ്ടുപോകാൻ ദൈവഭക്തി വേണം, ദൈവഭയം വേണം. കുറവ് വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് കുറവിനേക്കാൾ അധികം അദ്ദേഹം ചെയ്ത നന്മ പ്രവർത്തികളെ അതിനു മാത്രം നമുക്ക് വില കൊടുത്താൽ ദൈവമക്കളെ എത്രയോ വലുത്. അറിയാതെ ഒരു തെറ്റു പറ്റിയപ്പോൾ ആ തെറ്റിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചതും പ്രാർത്ഥിച്ചതും ചെറുതായിരുന്നില്ല. ദൈവഭക്തിയോടുകൂടി ദൈവഭയത്തോടുകൂടി ജീവിക്കുന്ന ഒരാളിന് ദൈവമക്കളെ പ്രത്യേകിച്ച് കഴിവും പ്രാപ്തിയൊന്നും വേണമെന്നില്ല. കർത്താവ് വിളിച്ചതാണെങ്കിൽ, കർത്താവ് ഇറക്കിക്കൊണ്ട് വന്നതാണെങ്കിൽ അവരെ കൊണ്ട് ദൈവം വലിയവ തന്നെ ചെയ്യിപ്പിക്കും. മോശ പ്രവാചകനെ നമ്മൾ നോക്കിയാൽ ഒന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നു. വിക്കനായ മോശനെ ദൈവം തിരഞ്ഞെടുത്തില്ലേ?
വിക്ക് മാറ്റി കൊടുത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ദൈവം ഒരാളെ ഒരുക്കിയില്ലേ? യഹോവയുടെ സന്നിധിയിൽ നിന്ന് ലഭിക്കേണ്ട സമയത്ത് എല്ലാ മെസ്സേജുകളും മോശ പ്രവാചകന് ലഭിച്ചില്ലേ? എല്ലാവിധ കൃപാവരങ്ങളും ദൈവം കൊടുത്തില്ലേ? എന്നിട്ടും ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോഴും മോശ പ്രവാചകന്റെ ജീവിതത്തിൽ എത്ര എത്ര സങ്കടകരമായ അനുഭവങ്ങൾ കടന്നു വന്നു. അത് പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പോസ്തലന്മാർ വരെ നോക്കിയാൽ നമുക്കറിയാം ദൈവമക്കളെ, ഒരുപാട് കഷ്ടങ്ങളെയും സങ്കടങ്ങളെയും വേദനയിലൂടെ കടന്നു പോകുമ്പോഴും വിളിച്ചിറക്കി കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് നയിക്കുകയാണ് ദൈവത്തിൻ്റെ ജനത്തെ. നയിക്കുന്നവൻ ദൈവഭക്തി ഉണ്ടെങ്കിൽ, ദൈവഭയമുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, എന്ത് വന്നാലും സഹിച്ചുകൊണ്ട്, നിന്നയായിരിക്കട്ടെ, ഉപദ്രവങ്ങളായിരിക്കട്ടെ, പട്ടിണിയായിരിക്കട്ടെ, നഗ്നതയായിരിക്കട്ടെ, സങ്കടമായിരിക്കട്ടെ, എന്തുമായിരിക്കട്ടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അവരെ വേർപിരിക്കാൻ പറ്റില്ല ദൈവമക്കളെ. ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ദൈവം ഏൽപ്പിച്ച ജനത്തെ പരിപാലിച്ചുകൊണ്ടു. മടുത്തെന്ന് പറയല, തളർന്നെന്ന് പറയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. ദാവീദ് രാജാവ് അത് ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് യഹോവയ്ക്ക് അറിയാലോ. അതുകൊണ്ടാണല്ലോ തിരഞ്ഞെടുത്തത്. യഹോവ തിരഞ്ഞെടുത്തപ്പോൾ ദൈവമക്കളെ കഴിവും പ്രാപ്തിയും ഉള്ളവരെ അല്ല തിരഞ്ഞെടുത്തേ. യേശുവേ സ്തോത്രം, ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല വന്നേ, പാപികളെ അത്രേ എന്നെൻ്റെ കർത്താവ് പറഞ്ഞു. യേശുവേ സ്തോത്രം. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നോക്കിയാൽ യഹോവയായ ദൈവം തൻ്റെ ജനത്തെ നയിക്കേണ്ടവരെ തെരഞ്ഞെടുത്തത് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, ഏത് കുടുംബത്തിലുള്ളവരായിരുന്നു? എടുത്തു പറയാൻ പേരെടുത്തറിയുന്ന ഒരു കുടുംബത്തിൽ നിന്നായിരുന്നില്ലല്ലോ. ദൈവമക്കളെ, വചനഭാഗത്തെ നമ്മൾ നോക്കിയാൽ 51 സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് വചനം നമ്മളെ കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ. വിളിച്ചു വേർതിരിച്ചത് എവിടെ നിന്ന് ചോദിച്ചാൽ താണകുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നുമാണ്. എടുത്തു പറയാൻ എന്താ ഗുണം? ഒന്നുമില്ല. എന്നാൽ വിളിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ glory സ്തോത്രം, അത്ഭുതവും അതിശയവുമായിട്ട് യഹോവ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തിരിക്കും. അത് സഹിക്കാൻ പറ്റണം, ക്ഷമിക്കാൻ പറ്റണം, നിന്ന കേൾക്കാൻ, പരിഹാസം, ഉപദ്രവം എല്ലാം എന്തുമായിരിക്കട്ടെ ഒക്കെ സഹിക്കാനൊരു മനസ്സ്. അങ്ങനെ ഒരു മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞാൽ വിളിച്ചു വേർതിരിച്ച ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും ഉള്ളവർക്ക് ആ പാദപീഠം വിട്ടു പോകാനായിട്ട് സാധിക്കത്തില്ല ദൈവമക്കളെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞ ജീവിതമാണ്. അതിനെ സൗഭാഗ്യ ജീവിതമാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ കൃപയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. 3-ാം വാക്യം പറഞ്ഞു, നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. അപ്പോൾ ജനത്തിന് സമാധാനം വിളയുന്ന കാലമത്രേ ഇത്. ആമേ സ്തോത്രം. ഇത് ന്യായവിധിയുടെ നാളാണ്. എങ്കിലും ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് സങ്കടത്തിലും വേദനയിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, ഈ ശുശ്രൂഷയെ പങ്കുചേരുന്ന ദൈവമക്കളോട് പറയട്ടെ, വചനം ദൈവത്തിൻ്റെതാ. ആര് സംസാരിച്ചാലും വചനം ദൈവത്തിൻ്റെതാ. വചനത്തെ മാനിക്കുന്ന ഏവരെയും എൻ്റെ കർത്താവ് പറയുന്നുണ്ട്, ദൈവമക്കളെ, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുന്നു. വചനത്തെ മാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. വിളയും ഉറപ്പാ. ദൈവം നമുക്കെല്ലാവർക്കും വേണ്ട സമാധാനം ഒരുക്കി തന്ന് അനുഗ്രഹിക്കും. ദൈവം ഏൽപ്പിച്ചത് എന്താണോ അത് കൃത്യമായി ചെയ്യാനൊരു മനസ്സൊരുക്കുണ്ടാവട്ടെ. സഹിക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും പൊറുക്കാനും പറ്റുമെങ്കിൽ, ദൈവം തന്ന കൃപയും കൃപാവരങ്ങളും ഓർക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് കാണിച്ച ആ ഏറ്റവും വലിയ കരുണ അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം തന്ന സൗഖ്യം, സമാധാനം, ദീർഘശാന്തി, ഇതെല്ലാം നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ ദൈവമക്കളെ, നമ്മൾ ആ പാദപീഠത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ഒരു സഭ നയിക്കുകയാണെങ്കിലും ഒരു കുടുംബം നയിക്കുന്നവരാണെങ്കിലും മക്കൾ എത്ര പേരുണ്ടെങ്കിലും പലരും വ്യത്യസ്തമായ സ്വഭാവക്കാരായിരിക്കാം. ജീവിത പങ്കാളി എല്ലാവരും, ദൈവമക്കളെ എല്ലാവരും ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സഹിച്ചെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മടുത്തു പോയാൽ തകർന്നു പോകും ദൈവമക്കളെ. മടിച്ചു പോയാൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് എല്ലാവരെയും സഹിച്ചും ക്ഷമിച്ചും അങ്ങോട്ട് നല്ല രീതിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ കർത്താവ് എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, സഭ നയിക്കുന്നവർക്കും കുടുംബം നയിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവരെയും സഹിക്കാനും ക്ഷമിക്കാനും കർത്താവെ പൊറുക്കുവാനും സ്നേഹിക്കുവാനും ഒരു ദൈവവസനിൽ എത്തിക്കുവാനുള്ള കൃപയും കൃപാവരങ്ങളും കർത്താവ് ഒരുക്കി കൊടുത്തുകൊണ്ട് ദൈവം അനുഗ്രഹിക്കണമേ. സഭയെ നയിക്കുന്ന എല്ലാ ശുശ്രൂഷക്കാരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, സഭയിലെ സകല ജനത്തെയും കാക്കുവാനും നോക്കുവാനും
കൃപയും കൃപാവരങ്ങളും കൊടുത്ത ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബമാണെങ്കിലും കർത്താവെ, കുറവ് വശങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ സഹിച്ചും ക്ഷമിച്ചും ക്രിസ്തുവിൻ്റെ ചിറകിൻ മറവിൽ നിന്നുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നല്ല സാക്ഷികളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ. നയിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി കർത്താവ് സഹായിക്കണമേ. സഭയെ നയിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. സഭയിൽ ഒരു കുഞ്ഞു പോലും തെറ്റിപ്പോകാൻ ഇടയാകാതെ എല്ലാവരും വിശ്വാസ ജീവിതത്തിൽ തികവുള്ളവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നയിക്കുന്നവരെയും കരുതുവാൻ, അഭിഷക്തന്മാരെ കരുതുവാൻ കർത്താവെ നിർമ്മലമായ മനസ്സ് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് എൻ്റെ കർത്താവെ, ഹല്ലേലൂയ, യജമാനന് മുകളിൽ ഒരു യജമാനനുണ്ടല്ലോ അപ്പാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മുഖപക്ഷമില്ലാത്ത ദൈവമേ, സകല ജാതികൾക്കും ദൈവമായ കർത്താവെ, അവിടുത്തെ ഇഷ്ടം പോലെ നയിക്കുവാൻ എല്ലാവരെയും ഒരുക്കണമേ. എൻ്റെ യേശുവേ സ്തോത്രം. അവിടുത്തെ ഹിതം പോലെ ആയിത്തീരുവാൻ കർത്താവ് ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.